6-ാമത്തെ വാക്യം. 1 പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. അടുത്ത വാക്യം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. മതി. സ്ത്രീജനം ഒന്ന് പറഞ്ഞേ, സ്ത്രീകളൊന്ന് പറഞ്ഞേ. സ്ത്രീജനം സമ്മതിക്കോ? പ്രൈസലോ. സമ്മതിക്കാത്തത് ഉള്ളത് കൊണ്ടാണ് സമ്മതിക്കൊന്ന് ചോദിക്കുന്നത്. ഇന്ന് ആമേശ്വരം ഇന്ത്യ പോലെയുള്ള ഈ രാജ്യത്ത് സ്ത്രീകളെന്ന് ഭയങ്കര ബലപ്പെട്ടിരിക്കുക. പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാൻ പൈസ വേണ്ട. റേഷൻ കാർഡ്, ഗ്യാസ്, ലോൺ വരെ ആർക്കാ കിട്ടുന്നത്? മുൻഗണന സ്ത്രീകൾക്കാണ്. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങളുടെ അനുസരണത്തെക്കുറിച്ചാണ് ഇവിടെ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാമിന് 2 ഭാര്യമാർ ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. 2 പുത്രന്മാർ ജനിച്ചു. ഒന്ന് വാക്തത്വപ്രകാരമുള്ള ഒരു സന്തതിയാണ്. അവള് സ്വതന്ത്രയായ സ്ത്രീയായിരുന്നു. അവളുടെ പേര് സാറ. മറ്റത് ആമേശ്വരം അടിമനുഖത്തിൽ ജനിച്ചതാ, ദാസിയുടെ മകനാ. അവളുടെ പേര് ഹാഗാർ. ഇത് 2 വ്യവസ്ഥകളെയും അനുഭവത്തെയും കാണിക്കുന്നു എന്ന തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യം എടുത്തു വെച്ചാൽ മതി. ഞാൻ പറയുന്ന സമയത്ത് വായിച്ചാൽ മതി. എന്നാൽ 1 പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ് ഞാനിവിടെ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നും കൂടി ആ വാക്യം ഒന്ന് വായിക്കാമോ? അങ്ങനെ സാറയെ നമുക്ക് പരിചയമുണ്ടോ? എത്രാമത്തെ വയസ്സിലായിരുന്നു സാറ ഗർഭം ധരിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്? ഏകദേശം 90 വയസ്സ്. അബ്രഹാമിന് 100 വയസ്സ്. അസാധ്യമാണ്. അബ്രഹാം റോമാലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും ആശയ്ക്ക് വിരോധമായി ആശയോടെ താൻ വിശ്വസിച്ചു. പുത്രോൽപാദന ശേഷി നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഭാര്യ, സ്ത്രീകൾക്കുള്ള മുറ അവൾക്ക് വർഷങ്ങളായി നിന്നുപോയിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ മെഡിക്കൽ സയൻസും പറയും അസാധ്യമാണ് ഒരു കുഞ്ഞുണ്ടാകുക. പക്ഷേ ആശയ്ക്ക് വിരോധമായി അബ്രഹാം ആശയോടെ വിശ്വസിച്ചു. കാരണം ഇവിടെയാണ് അതിൻ്റെ ഉത്തരം കിടക്കുന്നത്. അവള് അവനെ അനുസരിക്കുമായിരുന്നു. ഏത് കാര്യത്തിലാ? എല്ലാ കാര്യത്തിലും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് ആത്മീക ജീവിതം നയിക്കുന്നവരുടെ കുടുംബ ജീവിതം പരാജയമാണെന്നേ. പലരുടെയും ജീവിതത്തിൽ തപ്പിത്തടയുകയാണ്. ഈ കർത്താവിന്റെ ദാസൻ ഇവിടെ നിന്ന് വചനം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പലരുടെയും ജീവിതത്തിൽ നന്മകൾ കട്ടകൾക്കിടയെ പെട്ടുകിടക്കുകയാ. കരകയറാൻ പറ്റുന്നില്ല. യൂണിറ്റി ഉണ്ടെങ്കിലേ കരകയറ്റമുള്ളൂ. ഐക്യത ഉണ്ടെങ്കിലേ മുന്നേറ്റമുള്ളൂ. അമേൻ. ഒരു കളറിലെ വസ്ത്രം, യൂണിഫോമൊക്കെ ആയിട്ടൊക്കെ ധരിച്ചൊക്കെ മുന്നോട്ട് പോകാം. പക്ഷെ ഇവിടെ ഇവരുടെ ജീവിതത്തിൽ ഒരു അസാധ്യമായ ഒരു കാര്യം, ലോകത്തിന്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റിയൊരു വിഷയമാണ്. 90 വയസ്സുകാരി പ്രസവിക്കുക, 100 വയസ്സുകാരന് പുത്രോൽപാദന ശേഷി ഉണ്ടാകുക. ഇമ്പോസിബിളാ, ഒരിക്കലും നടക്കാത്തതാ. പക്ഷെ നടക്കാൻ ഇടയായി തീർന്നു. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സെക്കരിയാവും എൽസബത്തും 2 പേരും ഇരുവരും ദൈവസന്നിധിയിൽ നീതി ഉള്ളവരും. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കാൻ കാരണമായി തീർന്ന കാര്യങ്ങൾ. അവർ 2 പേരും ദൈവസന്നിധിയിൽ നീതി ഉള്ളവർ. ന്യായപ്രമാണ കാര്യങ്ങളിലെല്ലാം
ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ മുന്നോട്ട് പോകുന്നവർ. ആമേൻ സ്തോത്രം. സാഹചര്യങ്ങൾ മാറി മറിയുകയാ. എത്ര വലിയ തടസ്സമാണെങ്കിലും ഇടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാൻ ആത്മാവ് അവരെ ബലപ്പെടുത്തും. കാരണം ദൈവത്തിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നേരോടെ നടന്നാൽ പ്രൈസലോ ഒരു നന്മയ്ക്കും മുടക്കം വരാൻ പരിശുദ്ധ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് ഈ മെസ്സേജ് കേട്ട് നിങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ വീട്ടിൽ ചെന്ന് അങ്ങനെ ആചരിക്കുന്നവരാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ആമേൻ. അബ്രഹാമിനെ സാറ എന്ത് ചെയ്തു പോന്നിരുന്നു? യജമാനനെ എന്ന് വിളിച്ചു. യജമാനനെ എന്നൊക്കെ നിങ്ങളും വിളിക്കും വേണമെങ്കിൽ. യജമാനൻ എന്ന് മാത്രമല്ല, അമ്മസ്വത നല്ല പേരുകളൊക്കെ ചിലപ്പോൾ ഭർത്താവിനെ വിളിച്ചെന്നിരിക്കാം. അമ്മയും ഭർത്താവിനെ നല്ല പേര് വിളിക്കുന്നതില്ല, അനുസരിക്കുക. ഞാൻ പറയുന്നത് എല്ലാ ഭർത്താക്കന്മാരെ അനുസരിക്കണമെന്നല്ല കേട്ടോ. വചനത്തിൽ വ്യവസ്ഥയുണ്ട്. വചനത്തിൽ വ്യവസ്ഥയുണ്ട്. ഒരു സ്ത്രീയുടെ ഭർത്താവിനെ ഞാൻ കാണിച്ചു തരാം. 1 ശമൂവേൽ പ്രവചനം 25-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. 1 ശമൂവേൽ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. ശമൂവേൽ മരിച്ചു, ഇസ്രായേലൊക്കെയും ഒരുമിച്ച് കൂടി അവനെ കുറിച്ച് വിലപിച്ചു. രാമായൻ അവന്റെ വീട്ടിനരികെ അവനെ അടക്കം ചെയ്തു. ദാവീദ് പുറപ്പെട്ട് പരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. കർമ്മേലിൽ വ്യാപാരമുള്ള ഒരു മാവോന്യനുണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. അവന് കർമ്മേലിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടായിരുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചുകൊള്ളണം. അവന് നാബാൽ എന്നും അവന്റെ ഭാര്യക്ക് അബിഗയിൽ എന്നും പേർ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും. അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയും ആയിരുന്നു. അവൻ മതി. ഇവളോ നല്ല വിവേകമുള്ളവളും സുന്ദരിയുമായിരുന്നു. രണ്ടുപേരുടെ അനുഭവങ്ങൾ നോക്കിയേ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ ഇന്നത്തെ മെസ്സേജ് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അങ്ങ് ദൂരത്തിലേക്ക് വേഗത്തിലൊന്നും പോകത്തില്ല. വളരെ ശ്രദ്ധിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും വിവാഹം കഴിച്ചിരിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കത്തില്ല വിവാഹ ജീവിതം കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തക്കതായ തുണ. ഇവളുടെ ഈ സൗന്ദര്യവും ഇവളുടെ ഈ വിവേകവും നിമിത്തം ഇവൾക്ക് കിട്ടേണ്ട ഒരു വ്യക്തിത്വത്തിനെയാണോ കിട്ടിയിരിക്കുന്നത്? നമുക്കങ്ങനെ തോന്നാം. ഫ്രൈസലോ. പക്ഷേ ഇവൻ നിഷ്ഠൂരനും ദുഷ്കർമ്മിയും ആയിരുന്നു. അവൻ കാലേബ് വംശക്കാരനായിരുന്നു. നല്ലതല്ലാത്ത കർമ്മങ്ങളെല്ലാം ചെയ്യും. ആമേൻ. നിഷ്ഠൂരനായിരുന്നു, മനസാക്ഷി ഇല്ലാത്തവനായിരുന്നു. ഒരിക്കല് ഇവരുടെ വംശത്തിന് മുഴുവൻ ഒരു ഛേദം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നേരം ഇവള് ഭർത്താവിനോട് ചോദിച്ചില്ല, ഭർത്താവിനോട് അനുവാദം മേടിച്ചില്ല. വംശം നിലനിൽക്കേണ്ടതിനായി പുരുഷ സന്തതികളെ ഒക്കെയും വാളിന്റെ വായ്ത്തലയാൽ ദാവീദും തന്റെ കൂട്ടരും മുടിച്ചു കളയേണ്ട ഒരു കാലം, ഒരു സമയം വന്നപ്പോൾ അവള് ബാല്യക്കാരോട് പറഞ്ഞു, കഴുതക്ക് കോപ്പിട്ട് തരുവിൻ, അത്യാവശ്യം ഭക്ഷണങ്ങളും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റുവിൻ, ഞാൻ അവനെ ചെന്ന് ഒന്ന് എതിരേറ്റിട്ട് വരാം. ആരെ? ദാവീദിനെ. ഇവൻ ധനികനാണ്, പക്ഷെ ബുദ്ധിയില്ലാത്തവനാണ്, നിഷ്ഠൂരനാണ്, കരുണ കാണിക്കാത്തവനാണ്, ദയയില്ലാത്തവനാണ്. ദാവീദും കൂട്ടരും ആഹാരത്തിന് ഇവന്റെ അടുക്കൽ ബാല്യക്കാരെ അയച്ചിരിക്കുകയാ. നിന്റെ മകൻ ദാവീദ്, നിങ്ങൾ ഈ അധ്യായം വീട്ടിൽ പോയി വായിക്കണം. നിങ്ങളുടെ മകൻ ദാവീദ്, ആമേ സ്തോത്രം, നിങ്ങൾക്ക് രോമം കത്രിക്കുന്ന ദിവസമാണല്ലോ, ഉത്സവത്തിന്റെ ദിവസമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കും കുറച്ച് ആഹാരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അയക്കുമ്പോൾ ഇവൻ ഈ നാബാല് ആമേ സ്തോത്രം അവരോട് കയർത്തു സംസാരിക്കുന്നുണ്ട്. ദാവീദിനെതിരെ ഞങ്ങൾ ആഹാരം തരുന്നത് എന്നൊക്കെ പറഞ്ഞു മുഷിപ്പിച്ചു പോകുമ്പോൾ കൂടെ ദാസന്മാരായി ബാല്യക്കാരായ വ്യക്തിത്വങ്ങൾ യജമാനത്തിയുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞു, ആമേ ഇവന്റെ ഈ സംസാരം നമുക്ക് മൊത്തത്തിൽ ഛേദം വരുത്തും. ഞങ്ങളോടുകൂടെ ദാവീദൊക്കെ മരുഭൂമിയിൽ പാർത്ത കാലം ഞങ്ങൾ ഒരു ആട് പോലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിച്ചില്ല. ഞങ്ങൾ ഒരു മനുഷ്യൻ പോലും കയ്യേറ്റം ചെയ്യുവാനും അവരനുവാദം കൊടുത്തില്ല. ഞങ്ങൾ സൂക്ഷിച്ചതാ, ഞങ്ങളെ കരുതിയതാ, ആടുകളെല്ലാം കരുതിയതാ. അതുകൊണ്ട് അവന്റെ ആളുകളെ ആമേ മടക്കി അയച്ചു കളഞ്ഞത് നന്നായില്ല.
തന്റെ ഭർത്താവിനോട് ആ സമയം പറഞ്ഞാൽ അവൻ ഒരിക്കലും സമ്മതിക്കത്തില്ലെന്ന് 100% ഉറപ്പാ. അത് നിമിത്തം അവള് അത്യാവശ്യം ദാവീദിനും കൂട്ടർക്കും കഴിക്കാനുള്ള ആഹാരവും ആവശ്യമൊക്കെ ആയിട്ട് അവള് കഴുതപ്പുറത്ത് പുറപ്പെടുകയാണ്. പ്രീസലോ, ഈ അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. അവിടെ സംഭവിച്ചത്, ദാവീദും അവന്റെ ആളുകളോട് പറയുകയാണ്, നിങ്ങൾ വാളുള്ളവരെല്ലാം അരക്ക് വാള് കിട്ടട്ടെ, നമുക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദും കൂട്ടരും യുദ്ധത്തിനായി, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ തകർത്ത് കളയേണ്ടതിനായി പുറപ്പെടുന്ന സമയത്താണ് ബുദ്ധിയുള്ള വിവേകമുള്ള നാബാലിന്റെ ഭാര്യയായിരിക്കുന്ന അബീഗയേല് ദാവീദിനെ എതിരേറ്റ് ചെല്ലുന്നത്. അവൾ അവനോട് യാചിക്കുകയാ, അനിയനോട് കരുണ കാണിക്കണമേ, ദോഷം പ്രവർത്തിക്കരുതേ. അവന് കൊണ്ടുപോയ സമ്മാനങ്ങളെല്ലാം സ്വതം അവന്റെ കാൽക്കൽ വെച്ചു. അവള് താണ് വീണു. സ്വതം അവനോട് യാചിച്ചു. അവന്റെ മനസ്സ് മാറി. അവരതിൽ നിന്ന് പിന്തിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവൾ അവിടെ നിന്ന് ദാവീദിനും കൂട്ടർക്കും ആഹാരം കൊടുത്തു മടങ്ങി വരുന്ന സമയത്ത് ഭർത്താവ് നല്ല ആഘോഷത്തിലാ. മദ്യപിച്ച് അല്ലെങ്കിൽ വീഞ്ഞു കുടിച്ച് മത്തനായി താൻ ഉല്ലസിക്കുക, ആനന്ദം കൊണ്ട് നൃത്തം. അവൾ മിണ്ടാതിരുന്നു. ആ സമയത്തും അവൾ അത് വന്ന് പറഞ്ഞിരുന്നെങ്കിലോ, ആ സമയത്ത് വേണമെങ്കിൽ ഇവളെയും അവൻ എന്ത് ചെയ്യും? ആക്രമിക്കും. അതുകൊണ്ട് അവൾ മിണ്ടാതിരുന്നു. 35 വാക്യം ഒന്ന് വായിച്ചേ. ദാവീദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളോട്, സമാധാനത്തോടെ വീട്ടിലേക്ക് പോക, ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അബിഗയിൽ നാബാലിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ തന്റെ വീട്ടിൽ രാജവിരുന്ന് പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു. നാബാലിന്റെ ഹൃദയം ആനന്ദത്തിലായി അവന് നന്നാ ലഹരി പിടിച്ചിരുന്നു. അതുകൊണ്ട് അവൾ നേരം വെളുക്കും വരെ വിവരം ഒന്നും അവനെ അറിയിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നത് ഏതു ഭർത്താക്കന്മാരെ അനുസരിക്കണമെന്നുള്ള കാര്യത്തിലാണ്. മദ്യപിച്ച് മയക്കമരുന്ന് ഉപയോഗിച്ച് ദോഷവഴികൾ സഞ്ചരിച്ച് പാപം ചെയ്ത് ജീവിക്കുന്നവനെ അനുസരിച്ച് ദൈവികമായ അനുഭവത്തിൽ അറിയുന്ന വ്യക്തിത്വങ്ങൾ അവൻ പറയുന്നത് അനുസരിച്ചിട്ട് ആരാധനക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ ആരാധനക്ക് പോകാതിരുന്ന്, പ്രാർത്ഥനക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനക്ക് പോകുക, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആരെ തിരഞ്ഞെടുക്കണം, ആരെ വിവേചിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുകയാ. ഇവൻ നന്നാ വീഞ്ഞു കുടിച്ച് മത്തനായി ആനന്ദ ലഹരിയിലായിരിക്കുന്ന സമയത്ത് അവള് ദാവീദിനും കൂട്ടർക്കും ആഹാരം കൊടുത്ത് മടങ്ങി വന്നു. അവളൊന്നും മിണ്ടാതെ ഇരുന്നു. പിറ്റന്നാൾ വായിച്ചോ. നാബാലിന്റെ വീഞ്ഞ് ഇറങ്ങിയ ശേഷം അവന്റെ ഭാര്യ അവനോട് വിവരം അറിയിച്ചപ്പോൾ അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ നിർജീവമായി. അവൻ കല്ലിച്ചുപോയി. 10 ദിവസം കഴിഞ്ഞ ശേഷം യഹോവ നാബാലിനെ ദണ്ഡിപ്പിച്ചു. അവൻ മരിച്ചുപോയി. അതിൻ്റെതായ അർത്ഥം പാരലൈസ് ആയിപ്പോയി. തന്നോട് പറഞ്ഞു, ഇന്നലെ ഉണ്ടായിരുന്ന സംഭവം നിനക്കറിയാമോ? ഞാൻ ഇന്നലെ തക്ക സമയത്ത് ദാവീദിന്റെയും കൂട്ടന്റെയും അടുക്കലേക്ക് എതിരേറ്റ് ചെന്നില്ലായിരുന്നെങ്കിൽ, ആമേൻ സ്തോത്രം, ഇവിടെയുള്ള പുരുഷ പ്രജ ഒറ്റെണ്ണം പോലും നിലനിൽക്കത്തില്ലായിരുന്നു. ഈ കാര്യങ്ങൾ അവനെ ബോധ്യപ്പെടുത്തിയപ്പോൾ വചനം പറയുന്നവൻ കല്ലച്ചു പോയെന്ന ഒരു അവൻ പാരലൈസ് ആയി പോയി. 10 ദിവസം കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? മരിച്ചു. അവളുടെ വിവേകപരമായിട്ടുള്ള ഇടപെടൽ, ബുദ്ധിയുള്ള ഭാര്യയായിരുന്നു. ആര്? അബീഗയേൽ. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, ഇങ്ങനെയുള്ള വിശേഷതയുള്ള ഒരുപാട് ഭാര്യമാരെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിവേകമില്ലാത്ത ഭാര്യമാരെ കുറിച്ചും ബൈബിൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കണം ഏതു വിഭാഗത്തിലുള്ളവരാണ് ഞങ്ങളെന്ന്. യാക്കോബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഭാര്യയായിരുന്നു ആര്? റാഹേല്. കയ്യിലിരിപ്പ് മോശമായിരുന്നു. യാക്കോബിന് ആരോടായിരുന്നു ഇഷ്ടം? 2 ഭാര്യമാരുണ്ടായിരുന്നു, അതുകൂടാതെ ദാസിമാരും ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടായിരുന്നു? റാഹേലിനോടായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. റാഹേലിന് വേണ്ടി 10-14 വർഷത്തോളം ഇവൻ എന്ത് ചെയ്യുക? അധ്വാനിക്കുകയാ. ഒരു പ്രതിഫലവും കൂടാതെ സ്വന്തം അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട്, ഒരു പ്രതിഫലവും കൂടാതെ അമ്മായിയപ്പന്റെ കൂടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുക. ആർക്ക് വേണ്ടി? റാഹേലിന് വേണ്ടി. എന്നാൽ റാഹേലിന് ഇവന്റെ ദൈവത്തെയോ ഇവന്റെ പ്രാർത്ഥനയോ ഇവന്റെ ദൈവമായിട്ടുള്ള അടുപ്പമൊന്നും അവൾക്കൊരു വിഷയമല്ല. ഇവനോട് സ്നേഹമുണ്ട്. ആരോട്? യാക്കോബിനോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ യാക്കോബിന്റെ ആത്മീയതയോട് ആർക്കില്ല? റാഹേലിന് സ്നേഹമില്ല.
കേട്ടോ പ്രിയമക്കളെ, ഭാര്യ ഭർത്തു ബന്ധം, ഈ സത്യ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന മക്കളാണെങ്കിൽ പ്രിയമക്കളെ, ഇതിൽ ഒരുമിച്ച് വരണം. എന്തിൽ വരണം? ഒരുമിച്ച് വരണം. ഒന്ന്, രണ്ടുപേർക്കും ചേർന്നിരുന്നൊന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരമുണ്ടോ കുടുംബത്തിൽ? രണ്ടുപേരുണ്ട്, രണ്ട് മുറിയുണ്ട്, രണ്ട് മുറിക്കകത്ത് ഓരോരുത്തർ അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന പ്രാർത്ഥന. പിന്നെ എങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും? അല്ലെങ്കിൽ ഒരാൾ സമയം വേറൊരു സമയം ഉണ്ടാക്കിയെടുക്കുന്നു, മറ്റൊരാൾ വേറൊരു സമയം ഉണ്ടാക്കിയെടുക്കുന്നു, രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഒരുമിച്ചല്ല. കഴിക്കുന്നതോ ഒരുമിച്ചല്ലേ? യാത്ര ചെയ്യുന്നതോ ഒരുമിച്ചല്ലേ? പല ഇടങ്ങളിൽ പോകുന്നതെല്ലാം ഒരുമിച്ചല്ലേ? പ്രാർത്ഥിക്കുന്നതോ? പ്രൈസലോ, പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ പ്രിയ മക്കളെ? നിങ്ങളുടെ കുടുംബങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാ. ഹൃദയം ഒന്നായി തീരണം എല്ലാ കാര്യത്തിലും, കേട്ടോ. ഐക്യത, ഒരു മനസ്സ്. നിന്റെ ഭർത്താവിന് വേദന ഉളവാകുന്ന ഒരു പ്രവൃത്തികളും നിന്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകരുത്. നിന്റെ ഭാര്യയ്ക്ക് വിഷമം വരുന്ന ഒരു പ്രവൃത്തികളും നിന്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകരുത്. വിധേയപ്പെടണം, താഴ്മ ധരിക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരുത്തന്റെ മുഖം വാടും, ഒരുത്തിയുടെ മുഖം വാടും, ഒരുത്തൻ ക്ഷീണിക്കും, ഒരുത്തൻ പുഷ്ടിവെക്കും. ആമേശ്വത് അങ്ങനെയല്ല പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഭാര്യ റാഹേല്. 31-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം, ആമേശ്വരം അതിന്റെ 32-ാം വാക്യം മുതൽ വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോടെ ഇരിക്കരുത്. എന്റെ പക്കൽ നിന്റെ വക വല്ലതും ഉണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണുകയെ നോക്കിയെടുക്ക എന്നുത്തരം പറഞ്ഞു. ഇത് യാക്കോബിന്റെ വാക്കുകളാണ്. യാക്കോബിന്റെ വാക്കുകളാ. നാബാൻ, ആമേൻ, സ്വതം ആമേൻ. ഇവിടെ ആമേ കാണാൻ സാധിക്കുന്നത് ലാബാൻ, ആമേൻ, സ്വതം അവന്റെ 2 പുത്രിമാരാണ്, റാഹേലും ലേയും. അപ്പോൾ ഇവര് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഭർത്താവിനോടൊപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ലാബാൻ പിന്തുടരുകയാ. ലാബാൻ വന്ന് ചോദിക്കുന്നത്, എന്റെ ദേവന്മാരെവിടെ? എന്റെ ദേവനെ കിട്ടണം. യാക്കോബ് പറഞ്ഞു, എന്റെ കയ്യിലില്ല, നിനക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഈ നിൽക്കുന്ന ആളുകളുടെ മധ്യത്തിൽ തന്നെ നീ ചെക്ക് ചെയ്യുക, നീ നോക്കുക. അങ്ങനെ എല്ലാവരെയും ചെക്ക് ചെയ്തു. റാഹേലിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഇവള് പറയുന്നത്, ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. അടുത്ത വാക്യം, റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല. അങ്ങനെ ലാബാൻ യാക്കോബ്. നല്ല ഭാര്യയാണോ? നല്ല ഭാര്യയാണോ? നല്ല ഭാര്യമാരാണോ? ഭർത്താവ് അമ്മ സ്വന്തം ജോലി കഴിഞ്ഞ് വന്ന പേഴ്സുള്ള, പൈസയുള്ള പേഴ്സ് പോക്കറ്റിലിട്ടിരിക്കുക. കുളിക്കാൻ വേണ്ടി അകത്തേക്ക് കയറിയപ്പോ പേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം വലിച്ച്, മോഷ്ടിക്കുന്ന ഭാര്യ, കളവ് ചെയ്യുന്ന ഭാര്യ നല്ലതല്ല കേട്ടോ പ്രിയമക്കളെ. ഇവള് മോഷ്ടിച്ചത് ആരറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത്? യാക്കോബ്, ഭർത്താവ് അറിഞ്ഞില്ല. എന്ത് മോഷ്ടിച്ചത്? അപ്പന്റെ കുലവിഗ്രഹം, അപ്പന്റെ ദേവനെ മോഷ്ടിച്ചു വന്നിരിക്കുക. പ്രാർത്ഥിക്കുന്ന അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറയുവാൻ അവൻ ദൈവം മടിക്കുന്നില്ല എന്ന് പറയുന്ന യാക്കോബിന്റെ കൂടെ പോരുന്നത് യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് പകരമായിട്ട് അവൻ സ്വന്തം ഭാര്യയുടെ കരത്തിലിരിക്കുന്ന ദേവനുമായിട്ട് യാത്ര. വിട്ടുപിരിയേണ്ടത് പലതും വിട്ടുപിരിയണം. സ്വഭാവ വൈകല്യങ്ങൾ, ജീവിതത്തിലുള്ള ഭർത്താവ് അറിയാത്ത സ്വഭാവ വൈകല്യങ്ങൾ വിട്ടുപിരിയണം. ഭർത്താവ് അറിഞ്ഞിട്ടില്ല, അവൻ പറയുന്നത് വല്ലതും ഉണ്ടെങ്കിൽ ആളുകൾ കാണുക, നീ എന്ത് ചെയ്തോ, അതെടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത വാക്യം, ലാബാൻ യാക്കോബിന്റെ കൂടാരത്തിലും ലേയായുടെ കൂടാരത്തിലും 2 ദാസിമാരുടെ കൂടാരത്തിലും ചെന്ന് നോക്കി. ലേയോക്കെയാ, ലേയോട് വലിയ താല്പര്യമൊന്നുമില്ല. അവൾക്ക് കണ്ണിന് ശോഭ കുറവെന്നാ പറയുന്നത്. ഒരുപക്ഷെ ആരോഗ്യത്തിൽ വന്ന കുഴപ്പമായിരിക്കും, സൗന്ദര്യത്തിലുള്ള കുഴപ്പമായി. സൗന്ദര്യത്തിലല്ല ഒന്നുമല്ല പ്രിയ മക്കളെ. അമ്മ സ്തോത്രം. അല്പസമയം മുമ്പേ ഞാൻ പറഞ്ഞു, അമ്മ പുരുഷൻ സ്ത്രീയെ ഇഷ്ടപ്പെടുന്നത് വെളുപ്പിലോ ആരോഗ്യത്തിലോ സൗന്ദര്യത്തിലോ അല്ല, സ്വഭാവത്തിലാണ്. അനവധി ആമേശ്വതം സൗന്ദര്യമുള്ള വ്യക്തിത്വങ്ങളുടെ കുടുംബജീവിതം തകർന്നുപോയ ചരിത്രങ്ങളും വ്യക്തിപരമായിട്ട് ചില കുടുംബത്തെ എനിക്കറിയാം. വിദ്യാഭ്യാസത്തിലൊന്നുമല്ല, സൗന്ദര്യത്തിലൊന്നുമല്ല, വെളുപ്പിലൊന്നുമല്ല, നിറത്തിലൊന്നുമല്ല പ്രിയ മക്കളെ, സ്വഭാവമാണ്.
ആമേ. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് ആമേശ്വരം ഇഷ്ടം തോന്നുന്നതും ആഗ്രഹം തോന്നുന്നതും അവരെ കൂടുതൽ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഭർത്താവ് ചിലപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവനായിരിക്കാം, ആമേ ചിലപ്പോൾ വിദ്യാഭ്യാസം ഉള്ളവനായിരിക്കാം, ആമേ ചിലപ്പോൾ വിദ്യാഭ്യാസം ഉള്ളതോ വിദ്യാഭ്യാസം ഇല്ലാത്തതോ പണമുള്ളതോ പണമില്ലാത്തതായിരിക്കാം. തൻ്റെ ഭാര്യ താൻ പറയുന്നതിനൊത്തവണ്ണം നല്ല വഴികളാണെങ്കിൽ, താൻ പറയുന്നതിനൊത്തവണ്ണം തനിക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളോടുള്ള താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ചോദിക്കേണ്ടെന്നേ, അറിഞ്ഞു ചെയ്യും. ഭാര്യയ്ക്ക് ജോലിയില്ലാത്തൊരു ഭാര്യയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളൊന്ന് ചോദിക്കേണ്ട, കൂലിപ്പണിക്കാരനാണെങ്കിൽ അറിഞ്ഞു ചെയ്യും. പക്ഷേ ആമേശ്വര താല്പര്യങ്ങൾക്കൊത്തവണ്ണം വിപരീതമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പണം കരത്തിലുണ്ടെങ്കിൽ പോലും ഒരു വസ്തു പോലും ഒരു മിഠായി പോലും വാങ്ങിച്ചുകൊണ്ട് വരത്തില്ല. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഇന്ന് എപ്പോഴും കരമടിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല ഇന്ന് പറയുന്നത്. ഇന്ന് പറയുന്ന കാര്യങ്ങൾ കാതലായിട്ടുള്ള കാര്യം വളരെ ശ്രദ്ധിച്ചോളണം. അല്ലെങ്കിൽ 10 നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബം തകരും. അറിയാൻ പറ്റത്തില്ല. കുടുംബജീവിതത്തിനകത്തളത്തിൽ ഒരു വിള്ളല് വന്നിട്ട് അമേശ്വരം ബുദ്ധിയുള്ളവരുടെ അടുക്കൽ കടന്നുപോയി കഴിയുന്ന മാറ്റം വരുത്താൻ പറ്റത്തില്ല. ദൈവസന്നിധിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും നെടുമ്പാട് വീണും പിന്നത്തേതിൽ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ, സ്വർഗമെന്ന് മനസ്സലിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവള് അടുത്ത വാക്യം, ഒന്നും കണ്ടില്ല താനും. അവൻ ലേയായുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി റാഹേലിന്റെ കൂടാരത്തിൽ ചെന്നു. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്ത് ഇട്ട് അതിന്മേൽ ഇരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിച്ചേ, ലേയെ കാര്യമായിട്ട് ഇവന് ഇഷ്ടമൊന്നുമല്ല. റാഹേലിനോടാ ഭയങ്കര താല്പര്യം. ലേക്ക് ഇത്തിരി സൗന്ദര്യക്കുറവാ, പക്ഷെ ഭർത്താവിനെ അനുസരിക്കുന്നവളാ, വിധേയപ്പെടുന്നവളാ, ഭർത്താവിനെ സ്നേഹിക്കുന്നവളാ. അമേശ്വരം പക്ഷെ റാഹേലോ സൗന്ദര്യമുള്ളവളാ. അമേശ്വരം എല്ലാത്തിലും ഭംഗിയുണ്ട്, നിറമുണ്ട്, തികവുണ്ട്, പ്രാപ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭർത്താവ് അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഇവളുടെ പിന്നിലുണ്ട്. ആമേൻ. ഒരു വിഗ്രഹം എടുത്ത് അമേശ്വരം ഒട്ടകക്കോപ്പിനകത്ത് വെച്ച് ആ ഒട്ടകത്തിന്റെ മുകളിൽ കയറി ഇവൾ ഇരിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ഇറക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പനെ തടുത്തു. സംഭവിച്ചത് എന്താണെന്നറിയോ പ്രിയ മക്കളെ? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ റാഹേൽ മരിച്ചു. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾക്ക് സ്തോത്രം കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ ആര് കാണുന്നുണ്ട് മുഖം? ആ ഒരു ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു വിശ്വാസം ഉണ്ടോ? ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്? ആ ഒരു ബോധ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ആമേൻ. ആകയാൽ പ്രിയ മക്കളെ, ഈ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവള് മരിച്ചു. ആമേൻ. ഞാൻ ഇത് എടുത്തിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് വേഗത്തിൽ പോകും. അതിൻ്റെ സ്തോത്രം 35-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചേ. 35-ാം അധ്യായത്തിന്റെ 16. ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദന ഉണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട്, ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബെത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. എവിടെ അടക്കം ചെയ്തു? വഴിയില്ല. റാഹേലിനെ അവര് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഭാര്യ, യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷെ ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. പ്രവർത്തികൾ ഭർത്താവിന്റെ മുമ്പിൽ ഒരുപക്ഷെ അഭിനയിച്ച് കാണിക്കാം, പക്ഷെ നിന്റെ ഹൃദയത്തെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമാണ് അമേശ്വരം നിന്നെ അടക്കുകയും നിന്നെ എഴുന്നേൽപ്പിക്കുകയും നിന്നെ ഉയർത്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്യുന്നത്. അമേശ്വരം റാഹേൽ മരിച്ചുപോയി. എന്നാൽ ലേയ പിന്നെയും ജീവിച്ചു. അമേശ്വരം യാക്കോബ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ലേയ മരിച്ചു. പക്ഷേ പിതാക്കന്മാരടക്കം ചെയ്തിരിക്കുന്ന കല്ലറയിലാണ് അവളെ അടക്കിയതെന്ന വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചോളണം.
നമ്മുടെ പ്രവർത്തികളുടെ ദോഷം നിമിത്തം ഇവിടെ റാഹേലിനെ വഴിയിലടക്കിയവർ യാത്ര തുടർന്നു. പ്രിസല എന്നാ ആമേശ്വരം 40 ആമേശ്വരം 1-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 49-ാം അധ്യായം 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വേഗത്തിൽ. അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറയെയും ഇസ്ഹാക്കിനെയും അവന്റെ ഭാര്യയായ റിബേക്കയെയും അടക്കി. അവിടെ ഞാൻ ലേയായെയും അടക്കി. ആര് പറയുകയാ? യാക്കോബ് പറയുകയാ. അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറയെയും ഇസ്ഹാക്കിനെയും അവന്റെ ഭാര്യയായ റിബേക്കയെയും അടക്കി. അവിടെ ഞാൻ ലേയെയും അടക്കി. പക്ഷെ റാഹേലിനെ കടന്നു പോകുന്ന വഴിയിലടക്കി. ലേയോ പൂർവപിതാക്കന്മാർ കുടികൊള്ളുന്ന ആമേശ്വരം ആ നല്ല ശവക്കല്ലറയിൽ അടക്കി. ചിന്തിച്ചോളണം. ആമേൻ. നമ്മുടെ പ്രവർത്തികളെ നോക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇന്ന് പകലിൽ പ്രിയമക്കളെ 80% ആത്മീക ജീവിതം നയിക്കുന്നവരുടെ കുടുംബ ജീവിതത്തിനകത്തളത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്തളത്തിൽ പിശാച് കയറി തേർവാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദീർഘക്ഷമയും കരുണയും ദയയും ഒക്കെ കാണിച്ചു മുന്നോട്ട് പോകുന്നത് കൊണ്ട് കുടുംബത്തിൽ ഒരു അസാരസം ഉളവാകണ്ടല്ല എന്ന് കരുതിക്കൊണ്ട് ചിലതൊക്കെ അതിക്രമിച്ച് കടന്നു വരുമ്പോൾ മിണ്ടാതെ മുന്നോട്ട് കടന്നു പോകും. ചുറ്റുപാടുകൾ എന്ത് ചിന്തിക്കും, ആമേ പരിസരവാസികൾ എന്ത് ചിന്തിക്കും, ആമേ അവിശ്വാസികൾ എന്ത് ചിന്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പലതിനും വിധേയപ്പെട്ട് കടന്നു പോകുമ്പോൾ ചിലതെല്ലാം അതിക്രമിച്ചിട്ട് ദൈവമക്കളുടെ നന്മകളെ പോലും ഇല്ലായ്മ ചെന്ന പ്രാർത്ഥനകളെ പോലും മുടിച്ചു കളഞ്ഞ് ആമേശ്വത ഒരുമിച്ചുള്ള യൂണിറ്റിയെ തകർത്തുകൊണ്ട് കടന്നു പോകുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് തകർത്തു കളയുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേ കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ചിലതിനെ കരം പിടിച്ചു കൊണ്ടുവരുക ഇന്ന് പകലിൽ ആഗ്രഹിക്കുകയാ. ആമേ ചില കുടുംബങ്ങളെ ദൈവം പണിയുകയാ. നല്ല ശുശ്രൂഷകന്മാർ പുറത്തു വരാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? നല്ല ശുശ്രൂഷകൻ കുടുംബത്തിനകത്തളത്തിലൊന്ന് യൂണിറ്റി ഉണ്ടാകട്ടെ. തികവേറിയ ശുശ്രൂഷകന്മാർ പുറത്തു വരും. ആത്മമണ്ഡലത്തിൽ ഒരുക്കാം കേട്ടോ പ്രിയമക്കളെ. അമ്മ ഈ സദൃശ്യവാക്യം 19-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ ആമേശ്വരം ഒരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. സദൃശ്യവാക്യം 19-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ ആമേശ്വരം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. വായിച്ചേ. മൂഢനായ മകൻ അപ്പന് നിർഭാഗ്യം, ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ. ഓ സ്വതം എത്ര അടച്ചിട്ടും ചോർച്ച എന്ത് ചെയ്യുന്നില്ല? ചോർച്ച നിൽക്കുന്നില്ല. എന്ത് സംഭവം? ഭാര്യയുടെ കലമ്പലെന്നാ കൊടുത്തിരിക്കുന്നത്. ഏതു സമയത്തും ഭർത്താവിന് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. കുടുംബത്തിനകത്തളത്തിൽ കടന്നു ചെല്ലാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന ഭർത്താക്കന്മാർ, രഹസ്യമായിട്ട് ഹൃദയം തുറക്കാൻ പറ്റുന്ന ആരെങ്കിലും കിട്ടുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്യാനാ ബ്രദറെ, നമ്മൾ ഈ കർത്താവിനെ സേവിച്ചു പോയില്ലേ? പ്രൈസലോ. മൂഢനായ മകൻ അപ്പന് നിർഭാഗ്യം. അപ്പന് ഭാഗ്യം കൊണ്ടുവരത്തില്ല. പക്ഷെ ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെയാ. എത്ര അടച്ചിട്ടും ആ ചോർച്ച നിൽക്കുന്നില്ല, ചോർന്നൊലിക്കുകയാ. പക്ഷെ അടുത്ത വാക്യമുണ്ട്, അത് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട വാക്യമാ. അടുത്ത വാക്യം. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം. ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനമാ. എന്തോ രണ്ടുമുണ്ട്. രണ്ടും പറഞ്ഞിട്ടുണ്ട്. ദോഷവും പറഞ്ഞിട്ടുണ്ട്, നന്മയും പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയുള്ള ഭാര്യയോ, ആ ഒരു ഭാര്യയാണ് നമ്മൾ ശമൂവേൽ പ്രവചനത്തിൽ കാണുന്നത്. അവളുടെ പേര് അബീഗയേൽ. എല്ലാത്തിലും ആമെ ബുദ്ധിയുള്ളവളാ. പക്ഷെ അവളുടെ ജീവിതവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നത്തേതിൽ ആമെ വിധേയപ്പെട്ട് താഴ്മ ധരിച്ച് ചില കുടുംബങ്ങളിൽ ആമെ ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ പ്രാതിനിധ്യം ഭാര്യമാർക്കുണ്ടാകും. പല കാര്യങ്ങൾ അവർ ചെയ്യാൻ വില്ലിങ്ങായിരിക്കും. പലതിനും ഭർത്താവ് പോകേണ്ട സ്ഥലത്തെല്ലാം ഭാര്യമാര് പോയി കടന്നുപോയി കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ അത് ഭർത്താവിന് മുമ്പിൽ ഏത് സമയത്തും വിധേയപ്പെടാനുള്ള ഒരു മനസ്സോടുകൂടി ആയിരിക്കണം.
ആമേൻ. വിദ്യാഭ്യാസത്തിലായിക്കൊള്ളട്ടെ, സമ്പത്തിലായിക്കൊള്ളട്ടെ, നിങ്ങളുടേതായ ഇടപെടലിലായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ഭർത്താവിനേക്കാൾ 10 ഡിഗ്രി മുകളിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഭർത്താവിനപ്പുറം പോകരുത്. പോയാൽ ഭർത്താവിനും ഭാര്യയ്ക്കും കൽപ്പന കൊടുത്തിരിക്കുന്ന സ്വർഗത്തിലൊരു കർത്താവുണ്ട്. ആ കർത്താവ് ന്യായം വിധിക്കും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകും പ്രിയമക്കളെ. ഇതിനപ്പുറമായിട്ടൊരു കാര്യമുണ്ട്. ന്യായവിധി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ പറയുന്നത് വചനമാ. നിങ്ങളിത് നോക്കിയിട്ട് ഇത് അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വിശ്വസിച്ചാൽ മതി. പല കുടുംബ ജീവിതങ്ങൾ തകർന്നിരിക്കുക പ്രിയമക്കളെ. ഒരുമിച്ചുള്ള പ്രാർത്ഥനയുണ്ടോ? ചിലര് മാത്രം പറയും, ചിലർക്ക് പറയാൻ പറ്റുന്നുണ്ടോ? കൂടിയിരുന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ഒന്ന് കരം കോർത്ത് ഇന്ന വിഷയത്തിന്റെ മധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 10 നാൾ പ്രാർത്ഥിക്കുന്ന കുടുംബം ഇതിനകത്തുണ്ടോ? എല്ലാവരും പ്രാർത്ഥനക്കാരാ. ചേർന്നിരിപ്പാൻ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ആമിശ്വതം ഈ ദിവസങ്ങൾ ഒരുക്കപ്പെടണം പ്രിയ മക്കളെ, കേട്ടോ. ഇല്ലെന്നല്ല, പലരുമുണ്ട്, പക്ഷെ ഇല്ലാത്തവരുമുണ്ട്. ഹല്ലേലൂയ. ഇല്ലാത്തവരുളവായി വരുവാൻ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കാരണം ഇതൊരു വചനത്തിൽ പറയുന്ന 2 പേർ കട്ടില് എത്ര പേര് പോവും? പോകണ്ടേ? ആര് പോകും? ഇപ്പൊ 2 പേരുള്ളതിൽ ഒരാളെ പോകുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവാണെങ്കിൽ ആര് പോകുമെന്ന് നിങ്ങൾക്ക് ഫ്രൈസലോ ഒന്ന് തീരുമാനിച്ചു. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം ഇന്ന് മുഴുവനും ഈ ഭാര്യമാർക്കുള്ള ദൂതുകളാണ്. എഫെസ്യ ലേഖനം സ്തോത്രം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഭാര്യമാരെ കർത്താവിനെ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. കർത്താവിനോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? കർത്താവിനോട് നമ്മുടെ ഇടപെടൽ എങ്ങനെയാ? കർത്താവിനോട് ആരോടാ? നമ്മുടെ യേശുവിനോട്. യേശുവിൻ എന്ന പോലെ, കർത്താവിനോട് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക്. അങ്ങനെ ഒരു പദം കൊടുത്തിട്ടില്ലേ? ഞാൻ പലപ്പോഴും ഈ കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാറുണ്ട്. ചില കുടുംബങ്ങളിലൊക്കെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിള്ളലുകളോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ആ കുടുംബത്തിൽ തീർക്കാൻ വേണ്ടി ചെല്ലുന്ന അമസ്വതം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവരും അല്ലെങ്കിൽ കൃപയിൽ നിൽക്കുന്ന ദൈവദാസന്മാരൊക്കെ ചേർക്കാൻ ചെല്ലുമ്പോൾ ചില വീട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്, പക്ഷെ പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? മനുഷ്യനോട് ക്ഷമിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, പാസ്റ്റർ അല്ല, സ്വന്തം ഭർത്താവ് പറയുന്നത്. വല്ല ഭർത്താവും പറയുന്നത് അനുസരിക്കാനല്ല പറയുന്നത്. അമേസ്തോത്രം പാസ്റ്റർ പറയുന്നതല്ല, വല്ല വിശ്വാസികളും പറയുന്നത് അനുസരിക്കാനല്ല. സ്വന്തം ഭർത്താവ് എന്താണ് ആഗ്രഹം, ഇഷ്ടം, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? സാധ്യമാക്കുന്നുണ്ടോ? ഭർത്താവിൻ്റെ ഇഷ്ടം, ഭർത്താവിൻ്റെ ആഗ്രഹം. കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ഭർത്താവിൻ്റെ ഇഷ്ടവും നിറവേറ്റും. അതതിൻ്റെ അർത്ഥം. ഭാര്യമാരെ കർത്താവിന് അപ്പൊ ഭർത്താവിനെ സ്നേഹിക്കാതിരുന്നിട്ട് എനിക്ക് കർത്താവിനോട് സ്നേഹം എന്ന് പറഞ്ഞ കള്ളത്തരമാ, അല്ലേ? അല്ലേ? ഭക്തി എന്ന് വെച്ചൊന്നും അങ്ങ് കവിഞ്ഞൊഴുകുകയാ. പക്ഷെ വീട്ടിലൊരു ശകലം പോലും എന്ത് ചെയ്യത്തില്ല, അനുസരിക്കത്തില്ല, വിധേയപ്പെടത്തില്ല. അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നടക്കും. എന്നിട്ട് പറയും കർത്താവിനോട് എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണെന്നറിയാമോ. എവിടെ പോകാൻ പോകുക? കർത്താവിനോട് കൂടെ വസിക്കാൻ, കർത്താവ് ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ പോകാൻ പോകുക. പക്ഷെ ഇവിടെ ഭർത്താവിന് എന്ത് ചെയ്യത്തില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ചില പെൺപിള്ളേരൊക്കെ കല്യാണം കഴിപ്പിക്കുന്നതിന് മുമ്പേ മാതാപിതാക്കൾ പുറകെ നടന്ന് പറയും, എൻ്റെ കുഞ്ഞെ നീ ഈ പണി പഠിക്കുക, നീ ആ മീൻ കറി വെക്കാൻ പഠിക്കുക, ചിക്കൻ വെക്കാൻ പഠിക്കുക, പച്ചക്കറി വെക്കാം. ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തോളാം? അവിടെ ചെന്നിട്ട് പഠിച്ചോളാം. അവിടെ പഠിപ്പിക്കുന്ന ട്രെയിനിങ് ക്ലാസ് ഇല്ലേ? അവിടെ കടന്ന് ചെല്ലണമെങ്കിൽ വാതിൽ കിടന്ന് അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഇവിടത്തെ മൂല്യം വെച്ചിട്ടാണ് അവിടേക്ക് കടത്തുന്നത്. ഇവിടെയാണ് അതിനു വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു അവസരം. ഇവിടെ നീ ചെയ്യാതെ പിന്നത്തേതിൽ ചെയ്തോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ല. അവിടുത്തെ വാതിൽ നിനക്ക് മുമ്പാകെ തുറയത്തില്ല. പക്ഷെ കർത്താവിനോട് ഭയങ്കര സ്നേഹമാ. ഭർത്താവിന് എന്ത് ചെയ്യത്തില്ല? ഒന്ന് പറഞ്ഞേ, ഏത് ഭർത്താവിനെയാണ് ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങളോട്? അമിസ്വതം ഭർത്താക്കന്മാർ ഒരു തല്ലുകാരനോ മദ്യപാനിയോ മുൻകോപിയോ എന്നും വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഭർത്താവാണെന്നിരിക്കട്ടെ, അവനെ കീഴ്പ്പെട്ടു പോകാനല്ല ഈ പറയുന്നത്. ആമേൻ.
ഈ അതും കൂടി ഒന്ന് എടുത്തേക്കാം. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അമ്മസ്തോത്രം 1 തിമോത്തി അമ്മസ്തോത്രം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ 2-ാമത്തെ വാക്യം മുതൽ വായിച്ചോ. എന്നാൽ അധ്യക്ഷൻ നിരപവാദിനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യം തന്നെ ഇതിനകത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറയാം. സ്വന്തം കുടുംബത്തെ അധ്വാനിച്ച് ഭാര്യയെയും മക്കളെയും പോറ്റി പുലർത്തുന്ന അമിസ്തോത്രം ഒരു ഭാര്യക്കോ മക്കൾക്കോ വേദന ഉളവാക്കാത്ത തലത്തിൽ ജീവിക്കുന്ന, കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ഭർത്താവിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നത്. അമ്മേ, ഇങ്ങനെയായി തീരണമെന്ന സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന അനുദിനവും നമ്മൾ അങ്ങനെ ആയി തീരാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. അമ്മേ, മദ്യപ്രിയനോ തല്ലുകാരനോ കലഹിക്കാത്തവനോ ആയിരിക്കുക സ്വർഗത്തിലെ ദൈവത്തിന്. ആമേ സ്തോത്രം. ഇങ്ങനെ ഇത് വിപരീതമായി ചെയ്യുന്ന ഒരുത്തിന് കീഴ്പ്പെട്ടിരുന്ന് പോകാനല്ല പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഇതേ വഴികളിൽ ഏറെക്കുറെയൊക്കെ ഒരു കാലഘട്ടത്തിൽ മദ്യത്തിലും മയക്കടലിലൊക്കെ മുങ്ങിക്കിടന്നിരുന്ന വ്യക്തിത്വങ്ങളാക്കി ഇതിന്റെ നടുവില് ഇന്ന് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത്. വിട്ടുകളഞ്ഞു, ദോഷമായിട്ടുള്ളതെല്ലാം വിട്ടുകളഞ്ഞു, പാപപ്രവൃത്തികളെല്ലാം വിട്ടുകളഞ്ഞു. ഇന്ന് സത്യത്തിൽ ആത്മാവിലെ ദൈവത്തെ ആരാധിച്ച് കടന്നു പോകുക. ഇങ്ങനെ പോകുന്നവരെ ആമേൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? അനുസരിച്ച് വിധേയപ്പെട്ട് ദൈവകൃപയോടെ മുന്നോട്ട് പോകണം. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും പ്രിയ മക്കളെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പോ എഫെസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമേൻ സ്തോത്രം, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. കീഴടങ്ങോ അതിനെ ഇത്തിരി പണി. ആമേൻ സ്തോത്രം. അടുത്ത വാക്യം, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഇതാകുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ പ്രിയ മക്കളെ? ഭാര്യമാരുടെ തല ആരാ? ഒന്ന് ഒച്ചത്തി പറഞ്ഞേ. ഭർത്താക്കന്മാരോടല്ല, ഭാര്യമാരെന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യക്ക് വാലല്ല. പ്രൈസ് ദി ലോർഡ്. തലയായി മാറണം. ഭർത്താക്കന്മാർക്കുണ്ട്, തൊട്ട് താഴെയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഭർത്താവ് ഭാര്യയൊക്കെ തലയാകുന്നു. അടുത്തത്, എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. സകലത്തിലും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഇത് ഇവിടെ ചെയ്യാതെ വചനം പച്ചവെള്ളം പോലെ അരച്ച് കലക്കി കുടിച്ച് ആമേൻ സ്തോത്രം എന്തെല്ലാം ചെയ്തിട്ടും അവിടുത്തെ വാതിൽ തുറക്കത്തില്ല. എനിക്കറിയാവുന്ന തലത്തിൽ പറയുകയാണെങ്കിൽ ആ വാതിൽ തുറയത്തില്ല. വചനമെല്ലാം അറിയാം, ശക്തമായി പ്രാർത്ഥിക്കും, ശക്തമായി ആരാധിക്കും, ആമേൻ ലഭിക്കുന്ന സമയം എല്ലാം ഉപവസിക്കും. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, എന്ത് ചെയ്യത്തില്ല? ഭർത്താവിനെ അനുസരിക്കത്തില്ല. എന്തു ചെയ്തിട്ട് കാര്യമില്ല പ്രിയ മക്കളെ. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഒരു കാര്യത്തിൽ മാത്രമല്ല, സകല കാര്യത്തിലും എന്ന് പറഞ്ഞ് ഭർത്താവ് വന്നിട്ട് തലകുത്തി നിൽക്കാനൊക്കെ പറഞ്ഞു ചെയ്യുന്ന ആമേൻ സ്തോത്രം, സകലത്തിലും കീഴടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല പ്രിയ മക്കളെ. നമ്മുടെ കുടുംബ ജീവിതം നമ്മുടെ മക്കൾ കാണുകെ, ചുറ്റുപാടുകൾ കാണുകെ, പരിസരവാസികൾ കാണുകെ, സഭ കാണുകെ, കുടുംബത്തെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയോ? ചിലരോട് പേഴ്സണലായിട്ടൊന്ന് വിളിച്ചു നിർത്തി ഒന്ന് ചോദിക്കണം, എങ്ങനെ കുടുംബജീവിതം? ഒന്ന് പറയണ്ട. പൊട്ടി തകർന്നിരിക്കണേ, കാണുന്ന പോലെയൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ആരോട് പറയാൻ പറ്റും? നമ്മൾക്ക് ദൈവമക്കളല്ലേ? ചുറ്റുപാടുകളിൽ പറഞ്ഞു ചെയ്യുന്ന ആമേൻ സ്തോത്രം, നമുക്കത് ദോഷമല്ലേ? അങ്ങനെ പോകുന്ന പലരുമുണ്ട്. ഇതനുസരിച്ചിട്ട് ഭാര്യമാരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയൂട്ടോ. ഇത് ഭർത്താക്കന്മാർ അടുത്ത ദിവസം തരും. ആമേൻ സ്തോത്രം.
ഭാര്യമാരോടൊന്ന് മാറ്റി നിർത്തി ചോദിച്ചെന്ന് എന്ത് പറയാനാ പാസ്റ്റേ? ആ മനുഷ്യനെ ഒരു അപവാദം വരണ്ടല്ല എന്ന് കരുതിക്കൊണ്ട് കീഴടങ്ങി മുന്നോട്ട് പോകുകയാണ്. കയ്യിലിരിപ്പ് കേട്ട് കഴിയുന്ന, വായിന്ന് വരുന്ന വാക്ക് കേട്ട് കഴിയുന്ന ഞെട്ടിത്തരിച്ചു പോവും. അതുപോലത്തെ പദങ്ങളാണ്. അദ്ദേഹവും പ്രാർത്ഥിക്കത്തില്ല, എന്നെ പ്രാർത്ഥിക്കാനും വിടത്തില്ല. പ്രീസലോ, ഇപ്പിട്ടിരുന്നാൽ മതി, ഇപ്പിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, എപ്പോഴത്തെയും ദൈവമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുത്തും. പ്രീസലോ, അവസ്ഥ ഇങ്ങനെയാ. അമ്മേ സ്വതന്ത്രം. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ആ പാട്ടിലേക്ക് ചിന്തിക്കാം. അമ്മ അപ്പോ ഇവിടെ താഴേക്ക് വരുമ്പോ അമ്മ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. ഭാര്യ എന്ത് ചെയ്തോളണം? പറഞ്ഞേ, തലേന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്, ഒന്ന് പറഞ്ഞേ. അമ്മ ഭാര്യയെ സ്നേഹിക്കണം. കാര്യത്തെ എന്തു ചെയ്തെന്നാലും കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. എന്തു ചെയ്തെന്നാലും നല്ലൊരു കറി ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്നുള്ള കറി മേടിച്ചിട്ട് അമ്മ സ്തോത്രം, അത് അമ്മ നല്ല രുചികരമാണെന്ന് പറഞ്ഞ് കഴിക്കും. വീട്ടിൽ അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തെന്നാലും ഇതിനെന്തില്ല, രുചിയില്ല. ഈ ഉണ്ടാക്കിയ സാധനം അടുത്ത ഹോട്ടലിൽ കൊണ്ടു കൊടുത്തേക്കണം നിങ്ങൾ. എന്നിട്ട് പറഞ്ഞേക്കണം, എൻ്റെ ഭർത്താവ് കറി മേടിക്കാൻ വേണ്ടി വരും, ഇത് കൊടുത്തു വിട്ടേക്കണം. അത് കൊടുത്ത് വീട്ടിൽ കൊണ്ട് നല്ലതുപോലെ കഴിക്കും. എന്തു രുചിയാണ്! എന്നിട്ട് പറയുന്നു കാണ് അമ്മേ സ്തോത്രം. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരുടെ ബുദ്ധിക്കകത്തും ഹൃദയത്തിനും ചിന്തയാ, എൻ്റെ വൈഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രത്തോളം ശരിയാകത്തില്ല. പുറത്തുനിന്ന് കിട്ടുന്ന എന്തും കഴിക്കും. എങ്ങനെ ഏതെങ്കിലും വീട്ടിൽ പോയി കഴിച്ച് എങ്ങനെയുണ്ട്? നല്ല ഗുഡാണ്. പ്രൈസല്ല. പക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് കഴിച്ചെന്നാലോ എന്തിനു കൊള്ളാം? എന്നുണ്ടാക്കുന്നത് ഇങ്ങനെയല്ലേ? എന്തുണ്ടാക്കിയെന്നാലും കുറ്റം പറയും. പ്രൈസല്ല. ഭാര്യ എന്ത് ചെയ്ത് കൊള്ളണം? ഞൊടി നേരത്തേക്ക് കാര്യമുള്ളൂ പ്രിയ മക്കളെ. ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം ഇവിടെ നോക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ എക്സാം കഴിയുന്ന സമയത്ത് അവരുടെ അസൈൻമെൻ്റ് ഒക്കെ എന്ത് ചെയ്യും? അതിന് പ്രത്യേകം മാർക്കുണ്ട്. ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട്. വിദ്യാഭ്യാസം ചെയ്യുന്നതിൻ്റെ മാർക്ക് വേറെ ഉണ്ട്. ഇനി എന്തെങ്കിലും ഗെയിമുകളിൽ പങ്കെടുത്തിട്ടുള്ള അതിന് മാർക്ക് വേറെ ഉണ്ട്. ഇതുപോലെ ഭാര്യയോടുള്ള സമീപനത്തിന് അവിടെ ഒരു മാർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. മക്കളെ വളർത്തുന്നതിനൊരു മാർക്കുണ്ട്. കുടുംബജീവിതത്തിനകത്തളത്തിൽ ചെയ്യേണ്ട ചിട്ടവട്ടങ്ങൾക്കൊരു മാർക്കുണ്ട്. എല്ലാം എഴുതി വെക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആമേൻ. അപ്പൊ ഭാര്യമാരെ എന്ത് ചെയ്തോളണം? സ്നേഹിച്ചോളണം. പക്ഷെ ഇത്തിരി പ്രയാസമാണ് ഈ ദിവസങ്ങളിൽ. നമ്മൾ അതിനായി ഒരുങ്ങണം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാര് അന്തം വിട്ട് ചോദിക്കുന്നുണ്ട് കർത്താവിനോട്, കർത്താവേ, സ്ത്രീയെ സംബന്ധിച്ച് ഇതാണ് കാര്യമെങ്കിൽ ഞങ്ങൾക്ക് കല്യാണം കഴിക്കുമോ? അല്ലെ ഞങ്ങൾ കല്യാണം കഴിക്കണോ? പ്രശ്നമാണല്ലോ ഇത്. അമ്മേ ഒന്ന് വായിച്ചേ വാക്യം 19-ന്റെ 10 മത്തായി സുവിശേഷം. ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ മാറിപ്പോകുകയാണ്. ആമേൻ. ഇത് യേശു ചില കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നത്, ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് അങ്ങനെ പോകുന്നതല്ലേ നല്ലത് എന്നാണ് പൗലോസും പറയുന്നുണ്ടിരിക്കല്, അല്ലേ? നിങ്ങളും എന്നെ പോലെ തന്നെ. സ്തോത്രം. പൗലോസ് വിവാഹം കഴിച്ചതാണോ, വിവാഹം കഴിച്ചിട്ട് വിവാഹം കഴിക്കാത്തവനെ പോലെ ജീവിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് ഈ വാക്യം വായിക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത്. ആമേ. പക്ഷെ കർത്താവ് അത് അവിടെ തിരുത്തുന്നുണ്ട്. നല്ലതുപോലെ ജീവിക്കാനുള്ള അവസരങ്ങൾ സ്വർഗത്തിലെ ദൈവം അവരുടെ ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ പ്രിയ മക്കളെ, മറ്റുള്ളവർക്ക് വഴികാട്ടികളാണ് നമ്മൾ. ചുറ്റുപാടുകൾക്ക് നമ്മുടെ കുടുംബജീവിതം കണ്ട ചുറ്റുപാടുകൾ പഠിക്കുന്നത്. ആമേൻ. ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്തളത്തിൽ വിള്ളലിടാനാണ് പിശാച് ശ്രമിക്കുന്നത്. ഞാൻ കഴിഞ്ഞ സമയം വിവാഹ ജീവിതം നയിക്കുന്ന വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവരോട് ഞാൻ പറയാനിടയായി തീർന്നു. ആദം തനിച്ചായിരുന്നപ്പോൾ പ്രശ്നമില്ല, ഇല്ലേ? ആ മനുഷ്യൻ തോട്ടത്തിൽ വേലയും ചെയ്ത് കിട്ടുന്നതൊക്കെ കഴിച്ച് സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹവ്വയെ കൊടുത്തു.
അന്നു മുതൽ പ്രശ്നം തുടങ്ങി. ഉണ്ടായ തുണി നഷ്ടപ്പെട്ട ആദ്യം. ഇപ്പോൾ തുണി ഇല്ലാതെ മരത്തിന്റെ പുറകിൽ പോയി നിൽക്കുകയാ. ദൈവം വന്ന് വിളിക്കുക, ആദം നീ എവിടെയാ? ഞങ്ങൾ നഗ്നരാഗ കൊണ്ട് ഒളിച്ചിരിക്കുക. എന്തു പറ്റി? ഉണ്ടോ പ്രിയ മക്കളെ? അന്നു മുതൽ. കാരണം കുടുംബജീവിതം നയിച്ചാൽ വചനം വിളിച്ചു പറയുന്നത് ഒരുവൻ 1000, ഇരുവർ 2000 അല്ല. യൂണിറ്റിയോടെ ഒന്ന് നിന്ന ചിലതൊക്കെ തകരുന്നേ. ചില ദേശത്തിന്റെ മധ്യത്തിലേക്കൊന്ന് എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിച്ച ചിലതൊക്കെ അഴിയുന്നേ. ഇത് ശത്രു തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഒരുമിച്ച് എന്ത് ചെയ്യാത്തത്. ബാക്കി എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിർത്തും. പ്രാർത്ഥനയിൽ വരുമ്പോഴാ പ്രശ്നം. ഇനി രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അലാറം വെച്ച് കിടന്നുറങ്ങിയെന്നാൽ ഒരാൾ അവിടെ പോത്ത് കുത്തിയ പോലെ കിടന്നുറങ്ങും. മറ്റേ ആൾ എഴുന്നേറ്റ് എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. രണ്ടുപേരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാം? ഒരുമിച്ച് ആരും ഉണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. ആൾക്കാർ മറിഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ചോദിക്കും, എന്നെ കുറേ വിളിച്ചു, പിന്നെ കുറേ വിളിച്ചു. ഫ്രീസലോ ഒരു ഫലം ഉണ്ടായില്ല. അപ്പം പിന്നെ വിളി നിർത്തി. അപ്പനെ പ്രാർത്ഥനയാക്കി. ഫ്രീസലോ അല്ല പ്രിയ മക്കളെ, ഒരുമിച്ചൊന്ന് എഴുന്നേറ്റേ. നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്തളത്തിൽ ഒരു വിള്ളൽ ശത്രു കൊണ്ടുവരുമ്പോൾ ചുറ്റുപാടുകളിൽ ഈ ആമേശ്വരം കുടുംബങ്ങളുടെ അകത്തളത്തിൽ അടി നടക്കുന്നുണ്ടാകും. ആ ഒരു വ്യാപാരമാണ്, അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് ദൈവമക്കളുടെ കുടുംബജീവിതത്തിലേക്ക് വ്യാപരിക്കുന്നത്. നിങ്ങളൊന്ന് എഴുന്നേറ്റൊന്ന് കരം കോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചുറ്റുപാടുകൾ ശാന്തമാകും. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ പ്രവൃത്തി ദൈവജനത്തിന് ദൈവം അറിവ് തരികയാ. ദൈവജനത്തിന് ദൈവം അടയാളം തരികയാ. ആമേശ്വരം ഒരുപോലെ സന്തോഷത്തോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആത്മീക ജീവിതം നയിക്കുന്നവരുടെ കുടുംബജീവിതത്തിനകത്തളത്തിൽ ഒരു വിള്ളൽ സാത്താൻ കൊണ്ടുവന്നിടുവാൻ ശ്രമിക്കുമ്പോൾ നീ അടങ്ങിയിരിക്കരുത്. ദൈവസം എന്ത് വില കൊടുത്തും ആമി യാമത്തിലായിക്കൊള്ളട്ടെ പകലായിക്കൊള്ളട്ടെ ഒരുമിച്ചൊന്ന് കരം കോർത്ത് പ്രാർത്ഥിക്കാൻ തക്ക വിധം ഒരുക്കപ്പെടുമ്പോൾ ചുറ്റുപാടുകളിൽ വ്യാപരിക്കുന്ന കുടുംബജീവിതത്തിന്റെ അകത്തളത്തിൽ കിടക്കുന്ന വിള്ളലുകളെ പരിശുദ്ധ ദൈവം നീക്കുവാനിടയായി തീരും. ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബജീവിതം പണിതെടുക്കുന്ന ഒരു ദൈവം. നമ്മൾ ലോകത്തിന്റെ ഒന്ന് പറഞ്ഞേ, ഭൂമിയുടെ ടേസ്റ്റ് വരുത്തുന്നവരാണെന്നേ. നമ്മുടെ കുടുംബജീവിതത്തിനകത്തളത്തിൽ രുചിയില്ലെങ്കിലോ, നമ്മുടെ കുടുംബജീവിതത്തിനകത്തളത്തിൽ ഇരുട്ടാണെങ്കിലോ ഇന്ന് മടങ്ങി വരുമോ? കുറെ ആരും ഒന്നും കയ്യൊന്നും അടിച്ചിട്ടില്ല, പക്ഷെ ഹൃദയത്തിനകത്തളത്തിൽ ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേ, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേ, സ്തോത്രം. ഇന്ന് പകലില് ഒന്ന് മടങ്ങി വരുവാൻ കഴിയുമോ പ്രിയ മക്കളെ? ഇന്ന് പകലില് ആമേ, സ്തോത്രം, ഒരുമിച്ചൊന്ന് കരം കോർക്കാൻ തയ്യാറാണോ? അനുസരണക്കേട് മാറ്റണം. സാറ അബ്രഹാമിന് എന്ത് ചെയ്തു? അനുസരിച്ചു. സാറമാരുണ്ടോ? നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം ആമേ, സ്തോത്രം, 4-ാം അധ്യായത്തിന്റെ 22 മുതൽ ഒന്ന് വായിച്ചേ. അബ്രഹാമിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായ് മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗർ എന്നത് അറബി ദേശത്തെ സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? സാറയെ കുറിച്ചാണ് പറയുന്നത്. ഇവൾ തന്നെ നമ്മുടെ അമ്മ. 2 അനുഭവത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ എടുത്ത് വായിപ്പിച്ചത്. ആമേൻ. ഇവളാണ് ആരെ അനുസരിക്കുന്നത്? സ്വന്തം ഭർത്താവിനെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നത്. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. ആമേൻ. അവൾ എല്ലാവർക്കും തന്നെ അമ്മയായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നു. ആമേ, ഗലാത്യ ലേഖനത്തിലും വിളിച്ചു പറഞ്ഞു, ഇവളല്ലോ നമ്മുടെ അമ്മ. സ്തോത്രം. വായിച്ച വാക്യത്തിലേക്ക് മടങ്ങുകയാണ്. ആമേ, സ്തോത്രം. 1 പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ.
അവരിൽ വല്ലവരും വചനം ഈ അനുസരിക്കും. പുതിയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പല സ്ഥലങ്ങളിൽ എഴുതിയിരിക്കുന്നത്? അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പല സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് നിമിത്തം കുടുംബജീവിതം ഇങ്ങനെയാകുമ്പോൾ ദൈവസഭകൾക്കകത്തളത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കും. ദൈവ കുടുംബങ്ങൾ തകരാൻ തുടങ്ങും, അവരുടെ മക്കൾ തകരാൻ തുടങ്ങും, പിന്നത്തേതിൽ തലമുറകൾ തകരാൻ തുടങ്ങും. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവർ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. അടുത്തത്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും. ഇവിടെ ശ്രദ്ധിച്ചോളണം, സൗമ്യത. സാവധാനം. ഒരു കാര്യം കഴിഞ്ഞ ഒരു സമയം ഞാൻ ഈ കാര്യം ഓർപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്ന് ഭർത്താവും പുറത്തുള്ള ഒരു മനുഷ്യനും തമ്മിൽ സംസാരിക്കുകയാ. ഭർത്താവിനോട് ചോദിക്കുക, ഇന്ന് ജോലിക്ക് പോയില്ലേ? ഭാര്യ അപ്പുറത്തുനിന്ന് മറുപടി പറയും, ഇന്ന് ജോലിക്ക് പോയില്ല. എവിടെയായിരുന്നു ജോലി? എറണാകുളത്തായിരുന്നു. ആരാ പറയുന്നത്? ഈ മനുഷ്യനൊന്നും പറയാനുള്ളൊരു ഗ്യാപ്പ് കിട്ടണ്ടേ? ഒരു ഭർത്താവിനോട് ചോദ്യം, മറുപടി പറയുന്നത് ആരാ? അറ്റാക്ക് ചെയ്യുകയാ, കയറി അറ്റാക്ക് ചെയ്യുകയാ. അങ്ങനെ 2, 3, 4 ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം ഭാര്യ പറഞ്ഞപ്പോൾ ഭാര്യയെ പതിയെ അകത്ത് നിന്ന് പുറത്തേക്ക് വിളിച്ചു. ചോദിച്ച ആളൊരു ദൈവാസനായിരുന്നു. അമ്മ ഒന്നും ശ്രദ്ധിക്കാത്തൊരു മനുഷ്യനും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, ആ പാൻറ് ഊരി ഭാര്യയ്ക്ക് കൊടുത്തിട്ട് ആ നൈറ്റ് മേടിച്ച് ബ്രദർ അങ്ങോട്ട് ഇടുന്നു പറഞ്ഞു. പിന്നെ ഒന്നും പറയേണ്ടി വന്നില്ല. പ്രീസലോ, വളരെ ശ്രദ്ധിക്കണം. സൗമ്യതയും താഴ്മയും. അമ്മേ, പണ്ടത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, ഈ പെൺപിള്ളേരൊക്കെ, മാതാപിതാക്കളെ, ഇത് ആധുനിക ലോകമാണ്. പക്ഷേ ബൈബിൾ ആധുനികവും പുരാതനവുമായിട്ട് ഒന്നേ ഉള്ളൂ. ഇത് 2026 ആകുമ്പോൾ ഇത് മാറ്റം വരുത്തത്തില്ല. 2027 ആകുമ്പോൾ മാറ്റം വരുത്തത്തില്ല. 2030 കർത്താവിൻ്റെ വരവ് വരെയും അതിനുശേഷവും ഇതിൻ്റെ ഒറിജിനൽ വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ന്യായം വിധിക്കുന്നത്. ഇതിന് മാറ്റമില്ല. അമ്മേശ്വരം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആ രീതിയിൽ പഠിപ്പിക്കണം. ഭവനത്തിനകത്തളത്തിലൊരു മുതിർന്നവർ കടന്നു വന്നാൽ, പണ്ടത്തെ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ, അറിയാതെ വണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് സഹോദരിമാരെന്ത് ചെയ്യും? എഴുന്നേറ്റ് പോകും. അപ്പൻ വരുന്നു, കളക്ടറൊന്നുമല്ല അപ്പൻ, തൂമ്പയൊക്കെ ആയിട്ടാണ് വരുന്നത്, കൂലിപ്പണിക്കാരനാ. ഭാര്യ ആ സെക്കൻഡിൽ എഴുന്നേക്കും, മക്കളും ആ സെക്കൻഡിൽ എഴുന്നേക്കും. മക്കൾ ചിലപ്പോൾ ഡോക്ടറിന് പഠിച്ചവരായിരിക്കാം, എഞ്ചിനീയേഴ്സ് ആയിരിക്കാം, വിദ്യാസമ്പന്നരായിരിക്കാം. അപ്പൻ വരുന്നത് തൂമ്പയും തോളിൽ വെച്ചുകൊണ്ടാ. അമ്മസ്വതന്ത്രം താഴ്ത്തു മാത്രം മുണ്ടുള്ള, മോളിലൊരു മേൽമുണ്ട് മാത്രം, ഒരു തോർത്ത് മാത്രമേ ഉള്ളൂ. അപ്പനെ കാണുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ചില സഹോദരിമാരും അവരുടെ മക്കളും ഇന്നത്തെ കാലഘട്ടത്തിലേക്കൊന്നും തിരിഞ്ഞു നോക്കുക. പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. അതിനപ്പുറം ഇല്ലെന്നേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിക്കണം, ഇല്ലേ? പണ്ടത്തെ കാലഘട്ടത്തിൽ ആ വാതിലിന് ഇപ്പുറത്തേക്ക് വന്നുള്ള സംസാരം കുറവായിരുന്നു. അങ്ങനെ പോകണമെന്നല്ലേ ഞാൻ പറയുന്നത്. താഴ്മ ധരിക്കണം, വിധേയപ്പെടണം. എന്തിലും മുതിർന്ന വ്യക്തിത്വങ്ങളാണോ, അനുസരണം കാണിക്കണം. സൗമ്യത, താഴ്മ. 3 പുരുഷന്മാര് ഉച്ചയായ സമയത്ത് അബ്രഹാമിന്റെ വീടിന്റെ വാതിക്കലൂടെ കടന്നു പോകുകയാ. ഇദ്ദേഹം ഒന്ന് തല ഉയർത്തി നോക്കി. പരിചയമില്ലാത്ത വ്യക്തിത്വങ്ങളാണല്ലോ. അമിസ്വന്തം നേരെ വിളിച്ചകത്തു കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ കാലുകളെ കൈകളെ എല്ലാം കഴുകാൻ വെള്ളം കൊടുത്തിട്ട് ഓടിച്ചെന്ന് ഭാര്യയോട് പറഞ്ഞു, 3 ഇടം കഴിയും മാവെടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞു? കുഴക്കാൻ പറഞ്ഞു. എത്ര മണിക്കാ? വെയിൽ ഉറച്ച സമയത്തെന്നാ പറഞ്ഞത്. ഒരു 12 മണിക്ക് ശേഷമുള്ള സമയം, ആഹാരം കഴിക്കുന്ന സമയം. അത്രത്തോളം ആഹാരമൊന്നും വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലെന്ന് അബ്രഹാമിനെ അറിയാം. അമസ്വതരം ഹല്ലേലൂയ. പക്ഷെ സാറയോട് പറയുന്നത്, വേഗം 3 ഇടം കഴുകി മാവെടുത്ത് കുഴക്കുക. ഞാൻ പോയിട്ട് തൊഴുത്തിൽ നിന്ന് ഒരു ഇളയ കാളക്ടാവിന് എന്ത് ചെയ്യാം? അറുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പോലെ മാർക്കറ്റിൽ പോയിട്ട് 5 കിലോ മേടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഉണ്ടാക്കിയെടുക്കണ എല്ലാം. ഭാര്യ പറഞ്ഞില്ല,
എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞില്ല. എന്തുണ്ടാക്കാൻ പറഞ്ഞാലും, കേട്ടോ മക്കളെ, എന്ത് ഭർത്താവ് എന്തു പറഞ്ഞാലും എനിക്ക് പറ്റത്തില്ലെന്നല്ല, ഞാനത് ചെയ്യാം. അവളായിരുന്നു സാറ. അങ്ങനെ ഈ വിരുന്നുകാര് ഇവര് 3 പേരും ഇരിക്കുകയാ. അവരോട് അമ്മ കാലുകളെല്ലാം കഴുകി അബ്രഹാം ചെന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഹല്ലേലൂയ, സാറ ഇവിടെ എന്ത് ചെയ്യുകയാ? ഇവിടെ പൊടി കുഴച്ച് അമശ്വതം അറുത്ത മാംസമെടുത്ത് അമശ്വതം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ ചൂടേറിയ ആഹാരം അവർക്ക് മുമ്പാകെ വിളമ്പി. പ്രൈസലോ. നമ്മളാണെങ്കിൽ അന്ന് ആ വീട്ടിൽ ഇടിയുണ്ടാകും. ഈ നാട്ടുച്ചക്ക് വല്ല പരിചയമില്ലാത്ത മനുഷ്യനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനോ? ഇനി മേലിൽ ജീവിതകാലത്തിൽ ഒരിക്കലും പിന്നെ അബ്രഹാം എന്ത് ചെയ്യത്തില്ല. കൊണ്ടുവരും ആരെങ്കിലും സ്വന്തക്കാരി വരാൻ പോണെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, തടുക്കും. വരല്ലേ. ഭാര്യയുടെ മൈൻഡ് മൂടൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, വിളിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവളല്ല സാറ. അവന് നല്ല ഉറപ്പുണ്ട്. ഏതു സമയത്തും, ഏതു രാത്രിയിലും, ഏതു പകലിലും, ഏത് ഉച്ചക്കും, ഏത് രാവിലെയും ആമേ എന്റെ ഭാര്യയോട് ചിലത് ചെയ്യാൻ പറഞ്ഞാൽ മടി കൂടാതെ വണ്ണം ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു നല്ല ഹൃദയത്തിനുടമസ്ഥയാണ് എന്റെ വൈഫ്. അവനവന്റെ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെയിലുദിച്ച സമയത്ത് കടന്നുപോയ ചിലതിനെ വീട്ടിനകത്തു കൊണ്ടുവന്ന് അവരെ ആഹാരം കൊടുത്ത് പോഷിപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോടൊന്ന് രഹസ്യമായിട്ടൊന്ന് വിളിച്ചു ചോദിക്കണം, ബ്രദറെ എങ്ങനെയാണ് ഉച്ചക്ക് 2 പേരെ കൊണ്ടുവന്ന് വീട്ടിൽ തടവ? എൻ്റെ പൊന്നു പാസ്റ്റർ പറയാൻ പറ്റത്തില്ല. ഉച്ചക്ക അമേശ്വരം നീ രാവിലെ കൊണ്ടുപോയാൽ തന്നെ അമേശ്വരം അടുത്ത കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ അവർ പറയും. അങ്ങനെ ആകരുത് കേട്ടോ പ്രീതി മക്കളെ, അങ്ങനെ ആകരുത്. അമേശ്വരം നിന്റെ ഭർത്താവിൻ്റെ സന്തോഷം എന്താണോ അതിലേക്ക് അങ്ങ് ചേരുക. അവിടെയാണ് കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? സാറിനെയൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ സാറിനെ പോലെ ഞങ്ങൾക്ക് ആകാൻ പറ്റുമോ? അങ്ങനെ ആകണമെന്നാണ് പത്രോസ് പറയുന്നത്. ആമേൻ. പത്രോസ് പറയുന്നത് അങ്ങനെ ആകണമെന്നാ. ആമേൻ. സാറ ഭർത്താവിനെ യജമാനനെ എന്ന് വിളിച്ച് അവൾ എന്ത് ചെയ്തു? അനുസരിച്ചു പോന്നു. ഇവിടെ പറയുന്നത് സൗമ്യതയും ഒച്ചയെടുത്തില്ലെന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം 3 പേരെ നട്ടുച്ചക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കൈയും കാലും കഴിയിച്ച് ആ മെസ്വദ്രം ആ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുത്തിയിട്ടും വന്ന് സാറയോട് പറഞ്ഞു 3 ഇടം കഴിയെ മാവെടുത്ത് കുഴച്ച് ആഹാരം ഉണ്ടാക്കാൻ. ചിലരുണ്ടാക്കും, പക്ഷെ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെത്തുള്ളൂ. പറയാനുള്ള എന്ത് ചെയ്യും? ശരിക്കും അങ്ങ് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ഉണ്ടാക്കിയും തരും. എന്ത് ചെയ്യാൻ പറ്റും? വിളിച്ചുകൊണ്ട് വന്നതല്ലേ. പിന്നത്തേതിൽ ആ മനുഷ്യൻ കൊണ്ടുവരത്തില്ല. അമ്മേ സ്തോത്രം. കാരണം കേൾക്കാനുള്ള മുഴുവൻ എന്ത് ചെയ്തു? ചിലരങ്ങനെയാ പറയും, പറഞ്ഞിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ, ചെയ്യത്തുള്ളൂ. സ്നേഹം, ഭർത്താക്കന്മാരുടെ സ്നേഹമൊന്നും കിട്ടത്തില്ല പ്രിയ മക്കളെ. അവരത് കാണും, ഹൃദയത്തിൽ കാണും. ചിലപ്പോൾ വീട്ടിലൊരു അസാരസം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് അവർ കാര്യമായിട്ടുള്ള രീതിയിൽ വിഷയങ്ങളൊന്നും പറയത്തില്ല, കുഴപ്പമില്ല. പക്ഷെ കാണും, മൈൻഡിൽ കാണും. പിന്നീടൊരു അവസരം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവരത് പറയുകയും ചെയ്യും, അവരത് നിഷേധിക്കുകയും ചെയ്യും. ആരെയും കൊണ്ടുവരത്തില്ല. പ്രൈസ് ദി ലോർഡ്. മറിച്ച് ഏത് സമയത്തും ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചും ഭർത്താവിന് ഭാര്യയെക്കുറിച്ചും ഒരു ഉറപ്പുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. ആ സ്തോത്രം. കർത്താവിന്റെ മേശയുണ്ടല്ലോ. സൗമ്യതയും സാവധാനതയുമുള്ള. സാവധാനത വന്നപ്പോഴാണ് പെയിന്റ് നൈറ്റി ആയതും നൈറ്റി പെയിന്റ് ആയതും സാവധാനത വന്നത്. കണ്ട ആ ഭാഗത്തു നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോയത്. സാവധാനതയും. ചില ആളുകൾ, ചില പുരുഷന്മാർ എന്നെ കേൾക്കുന്ന ദൈവവചന അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളെ പുരുഷന്മാരായിത്തീരണം. പുരുഷത്വം എന്ത് ചെയ്യണം? കാണിക്കണം. ചില തീരുമാനങ്ങൾ സഹോദരന്മാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഓക്കെയാണെന്ന് പറഞ്ഞ് പോകും. വീട്ടിൽ ചെന്നിട്ട് വിളിച്ച് ഫോൺ ചെയ്തിട്ട് പറയും അങ്ങനെ ശരിയാകത്തില്ല പക്ഷേ അതിനൊരു മാറ്റം വരുത്തണം. എന്തുറ്റി? ഒന്നുമില്ല പറ്റുന്ന സംഭവം എന്താ? ഈ കാര്യം ചെന്ന് ആരോട് പറഞ്ഞു? സാറയോട് പറഞ്ഞു. സാറ അബ്രഹാമിനെ എന്ത് ചെയ്തു? പൊരിച്ചു. അബ്രഹാം ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്, ക്ഷമിക്കണം, ഇടയ്ക്ക് പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ചില വീടുകൾ അങ്ങനെയുണ്ട്, പറഞ്ഞതായിരിക്കണമെന്നേ ഉറപ്പുണ്ടാകണം കേട്ടോ സഹോദരിമാരെ. നിങ്ങളതിൽ നല്ലതാണെങ്കിൽ അവർ പറയുന്ന കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അതിൽ അംഗീകരിച്ചാൽ സ്നേഹം വർദ്ധിക്കും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ആമേശ്വരം നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിലോ അവരെ നിങ്ങൾ ചമച്ച് ഒരുക്കി പുറത്തേക്ക് അയക്കുന്നതിലോ ഒന്നുമല്ല നിങ്ങളോട് സ്നേഹം കാണിക്കുന്നത്. നിങ്ങളൊന്ന് അനുസരിച്ച് നോക്കി, വിധേയപ്പെട്ടു നോക്കി. ആമേൻ. ഇതാണ് അവരുടെ സ്നേഹം വർദ്ധിക്കാനിടയായിത്തീർന്നത്. ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതിലും എൻ്റെ അറിവിലും വെച്ചിട്ട് പറയുക, സൗന്ദര്യത്തിലോ ആമേശ്വത വിദ്യാഭ്യാസത്തിലോ ശമ്പളത്തിലോ ആമേശ്വതം നിങ്ങൾ കൊടുക്കുന്ന മറ്റൊരു പാരിതോഷികത്തിലോ അല്ല ഭർത്താക്കന്മാരുടെ സ്നേഹം പിടിച്ചെടുക്കുന്ന അനുസരണത്തിലും വിധേയത്വത്തിലോ ആ. ഇത് സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ചിരിക്കുന്ന വചനമാ. സൗമ്യത, സാവധാനത, അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ. അങ്ങനെ ഒന്ന് ചെയ്തേ അല്ല, ഞാൻ എനിക്കിഷ്ടപ്പെട്ട രീതിയിലൊക്കെ ചെയ്യത്തുള്ളൂ. 10 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ പൊന്നു സഹോദരി ഇന്ന കറി എനിക്ക് ഇഷ്ടം, ഒന്ന് വെച്ച് തന്നെ. ഞാൻ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ വെക്കത്തുള്ളൂ. സ്നേഹം വർദ്ധിക്കോ? എന്നിട്ട് തനിക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഇതെന്ത് ചെയ്യും? ഉണ്ടാക്കും. അന്നേരം ഇവനെന്ത് ചെയ്യത്തില്ല? കഴിക്കത്തുമില്ല. അങ്ങനെ പല കുടുംബങ്ങളും സംഭവിക്കാറുണ്ട്. അത് നീ കഴിച്ചു എന്ന് പറയും. ഞാൻ 10 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അത് ഉണ്ടാക്കിത്തരാൻ, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ സംഭവം പിന്നത്തേതിൽ 11ാമത്തെ ദിവസം വരികയാ. കഴിക്കോ? അങ്ങനെയൊന്നും വാശി പിടിച്ചിരിക്കരുത്. കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിച്ചേക്കണം. അമ്മേ പാസ്റ്റർ പറഞ്ഞേക്കണം കഴിക്കരുതെന്നാ. എന്നെ കലക്കരുത്, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ. പക്ഷേ അങ്ങനെ ഒരു വാശി വരത്തില്ലേ? ആ വാശി നമ്മളായിട്ട് എന്ത് ചെയ്യരുത്? ഉണ്ടാക്കരുത്. ഭർത്താക്കന്മാരുടെ രുചിയും ടേസ്റ്റൊക്കെ ഇപ്പോഴും അറിയാത്ത പലരും ഉണ്ട്. ഇഷ്ടമുള്ളതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാത്ത പലരും ഉണ്ട്. ഇന്ന് അമ്മ ഇതിനകത്ത് റീല് കാണാൻ വേണ്ടി മാത്രമല്ല, നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല, നോ അഡ്മിഷൻ, ആർക്കും പ്രവേശനമില്ല. അതിൻ്റെ അകത്തേക്ക് റീൽ എന്ത് ചെയ്യും? 1.5 മണിക്കൂർ 2 മണിക്കൂർ റീല് കാണും. നീ ഒന്നും ഉണ്ടാക്കി പഠിക്കാനുള്ള എല്ലാ സംഭവങ്ങളും കിടക്കുന്നുണ്ട്. അറിയത്തില്ലെന്ന് ആരും പറഞ്ഞേക്കരുത്. ആമേൻ. ചില നല്ല ഭർത്താക്കന്മാരുള്ള ഭാര്യമാർക്കായിട്ട് സ്തോത്രം. പാടുള്ള ബുദ്ധിമുട്ടുള്ള മീനോ മറ്റേ ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറിയത്തില്ല. ഞങ്ങൾക്കത് ചെയ്യാനറിയാത്ത കാര്യമുണ്ടോ? ഞാൻ പഠിപ്പിക്കാം. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ എന്നെ വിളിച്ചോട്ടേക്ക്. ഇതിൻ്റെ അകത്ത് ഞാൻ വീഡിയോ അയച്ചു കൊടുത്തേക്കാം എങ്ങനെ ചെയ്യണം. ചെയ്യാൻ അറിയാത്ത ഒരു കാര്യമില്ല പ്രിയ മക്കളെ. എന്തു കാര്യം ഇതിനകത്ത് കിടക്കുന്നുണ്ട്, സകലതും. അപ്പം പലർക്കും മടി പിടിച്ചിരിക്കരുത്. ആ മടി നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളിലേക്ക് കൊണ്ടുപോകും. നിന്റെ ഭർത്താവും മടിയും നിന്നെ സ്നേഹിക്കാൻ, നിന്റെ ഭർത്താവും മടിയും നിന്നെ കരുതാൻ, നിന്റെ ഭർത്താവും മടിയും നിന്നോട് ഉറ്റിരിക്കാൻ. മറിച്ചൊന്ന് മടങ്ങി വന്നേ സ്നേഹത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഏതാണ് ദൈവസന്നിധിയിൽ വിലയേറിയത്? സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് വേറെ നിങ്ങൾ എന്ത് കൊടുത്തെന്നാലും അത് ദൈവസന്നിധിയിൽ വിലയേറിയതല്ല. ദൈവസന്നിധിയിൽ വിലയേറിയതെന്ന് പറയുന്നത് ആമേ ഈ പറയപ്പെടുന്ന കാര്യങ്ങളാ. സൗമ്യതയോടെ, സാവധാനതയോടെ. ചില വീട്ടിലൊക്കെ ചില ആളുകൾ സംസാരിക്കുന്നത് ആരുമില്ലാത്ത സമയത്ത് സംസാരിക്കത്തുള്ളൂ. ഭാര്യയെ ഭർത്താവിനെയൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ. കാരണം ആരെങ്കിലും ഉള്ള സമയത്ത് സംസാരിച്ചിരുന്ന എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പടക്കം പൊട്ടുന്ന പോലെ ചില ആളുകളൊക്കെ സംസാരിക്കും. 1 മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് എവിടെ മുറിയിലേക്ക് കയറിയിട്ടും വേണമെങ്കിൽ ടോയ്ലറ്റിലേക്ക് കൊണ്ടിട്ട് അവിടെ വെച്ച കാര്യം പറയത്തുള്ളൂ. കാരണം 2 ഡോർ ഇപ്പുറത്ത് കടന്നു വരുന്നതിന് മുമ്പേ ആ ശബ്ദം തടുക്കാം. ചിലരുടെ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ പൊട്ടിത്തെറിയും. ആകരുത്. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കട്ടെ. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു.
ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് ഈ കീഴടങ്ങിയിരുന്നത്. പണ്ടത്തെ കാര്യം ഇപ്പൊ എഴുതിയിരിക്കുന്നത് എന്തിനാ? ഇപ്പോഴും അങ്ങനെ ചെയ്യാനല്ലേ? ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ ശ്രമിക്കാം. ചിലരുടെ മൗനം അങ്ങനെ പറയുന്നത്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നില്ല പാസ്റ്ററെ, ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യാം? ഇന്നു മുതൽ കേട്ടോ, ഇന്നു മുതൽ അതിനു വേണ്ടി തയ്യാറെടുത്തോ. നിങ്ങൾക്ക് ഞാൻ എഴുതി തരാം. ഇന്നു മുതൽ നിങ്ങൾ അങ്ങനെ തയ്യാറെടുത്തിട്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക. തീ കത്തും വീട്ടിനകത്ത്. ഹല്ലേലൂയ. ആത്മാവിന്റെ തീ കത്തും. ചില ശുശ്രൂഷകന്മാർ, ചില കുടുംബങ്ങൾ കർത്താവിന്റെ നാമത്തിനു വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ തക്കവിധം പരിശുദ്ധ ദൈവം പുറത്തെടുക്കുമെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. ഒരു ശുശ്രൂഷകൻ പുറത്തു വരുന്നത്, ഒരു ശുശ്രൂഷക്കാരി പുറത്തു വരുന്നത് സഭക്കകത്തു നിന്നല്ല പ്രിയ മക്കളെ, കുടുംബ ജീവിതത്തിന്റെ അകത്തളത്തിൽ നിന്നാണ്. കുടുംബത്തിന്റെ അകത്തളത്തിൽ ആദ്യം മാറ്റങ്ങൾ നടക്കട്ടെ. അത് സഭക്കകത്ത് വെളിപ്പെടും, അത് പുറത്ത് വെളിപ്പെടും, അത് ലോകത്തിൽ വെളിപ്പെടും, അത് 7 വൻകരകളിലും പ്രസിദ്ധമായി തീരും. ഫസ്റ്റ് കുടുംബത്തിൽ വെളിപ്പെടണം അത് കേട്ടോ മക്കളെ. ഇന്നു മുതൽ അതിനു വേണ്ടി ശ്രമിക്കുക. അടുത്ത വാക്യം കൂടി വായിക്കാം. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയി തീർന്നു. മതി, കണ്ണുകളടക്കാം. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് സ്തോത്രം അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. പരിശുദ്ധ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ശാന്തമായാണ് പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ അകത്തളത്തിൽ ഏതോ ചില കുടുംബങ്ങൾ കൂടി പണിയപ്പെടുവാനുണ്ട്. സ്തോത്രം. പുറമെ കാണുന്ന ചിരിക്കുന്ന മുഖങ്ങളുണ്ടെങ്കിലും, പുറമെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന മുഖങ്ങളുണ്ടെങ്കിലും, പുറമെ ഒരുപോലെ പോകുന്നവരുണ്ടെങ്കിലും ഭർത്താവിന്റെ മനസ്സിനും ഭാര്യയുടെ മനസ്സിനും മുറിവേറ്റ് കിടക്കുന്ന ചിലതിന് നടുവിലുണ്ട്. ഒരുമിച്ച് ഇന്ന് ഏകീകരണത്തോടെ, ഐക്യതയോടെ, ഒരു മനസ്സോടെ, വിധേയത്വത്തോടെ സാറ പലതിലും പലർക്കും തെളിവും അടയാളവുമാണ്. അത് ഫോളോ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മക്കൾക്ക് കൃപ കൊടുക്കണമേ. സാറ ചെയ്തിരിക്കുന്ന ഒരുപാട് നല്ല പ്രവൃത്തികൾ വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. ആ നല്ലതിനെ മുറുകെ പിടിച്ച് അങ്ങയുടെ മക്കൾക്കും യാത്ര ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കണം. എല്ലാവരെയും അതിനെ ഒരുക്കണം കർത്താവേ. കുടുംബജീവിതത്തിന്റെ അകത്തളത്തിൽ അസാരസങ്ങൾ മാറിപ്പോകട്ടെ, ഐക്യത വെളിപ്പെടട്ടെ, ഒരു മനസ്സ് വെളിപ്പെടട്ടെ, ഒരുമിച്ചുള്ള പ്രാർത്ഥന വെളിപ്പെടട്ടെ, ഒരുമിച്ചുള്ള ആരാധന വെളിപ്പെടട്ടെ, ഒരുമിച്ചുള്ള ഉപവാസം വെളിപ്പെടട്ടെ, ഒരുമിച്ചുള്ള പ്രാർത്ഥന വെളിപ്പെടട്ടെ. പരിശുദ്ധ ദൈവം അപ്രകാരം ചെയ്യുന്നതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ഹല്ലേലൂയ.